40-ന് മേലെ ഡീമൺസ് ആണ് മൈക്കൽ ടൈലർ എന്ന ആളുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. മൈക്കിൾ അയാളുടെ വൈഫ് ക്രിസ്റ്റീന്റെയും ആളുടെ 5 മക്കളുടെ ഒപ്പമായിരുന്നു താമസം. അവർക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ഈ ഫാമിലി റിലീജിയസ് അല്ലായിരുന്നെങ്കിലും മേരി റോബിൻസൺ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ ഇവർ ജോയിൻ ചെയ്യും. അതിനുശേഷം ഈ മൈക്കൽ ടൈലർ ഭയങ്കര ഭക്തിയുള്ള ആളായി മാറും. ആ ഗ്രൂപ്പിൽ മൈക്കൽ ടൈലർ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യും. ഈ ഗ്രൂപ്പ് നടത്തുന്ന 21 വയസ്സുകാരി മേരി റോബിൻസണിനോട് ഈ മൈക്കലിന് ചെറിയൊരു ഇഷ്ടം തോന്നും. ഭയങ്കര ഭക്തിയൊക്കെ വന്നതിന് ശേഷം മൈക്കലിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആള് ഭയങ്കര ആർഗ്യുമെന്റേറ്റീവ് ആയി, ഇപ്പോഴും ദേഷ്യപ്പെടാൻ തുടങ്ങി, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിർത്തി. ഇയാളുടെ മേരി റോബിൻസണിനോടുള്ള അടുപ്പം കണ്ടിന്യൂ ചെയ്തു. ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകളൊക്കെ അറിഞ്ഞ് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. അങ്ങനെ ഇവർ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് വൈഫായ ക്രിസ്റ്റീൻ മൈക്കൽ ടൈലറിനെ അക്യൂസ് ചെയ്യും, നീ അൺഫെയ്ത്ത്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന മൈക്കൽ ടൈലർ ദേഷ്യം കാണിക്കുന്നത് മേരി റോബിൻസന്റെ അടുത്തായിരുന്നു. അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേരി റോബിൻസനെ അയാൾ ഒരുപാട് ചീത്ത പറഞ്ഞു. അയാൾ എത്രത്തോളം വയലന്റ് ആയെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി അയാളെ റിസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. കുറച്ച് സമയത്തിന് ശേഷം മൈക്കിൾ പറയും ഇങ്ങനെയൊക്കെ ചെയ്തത് അയാൾക്ക് ഓർമ്മ പോലും ഇല്ലാന്ന്. അപ്പോ ആ പള്ളിയിലച്ചൻ പറഞ്ഞു ഇയാളുടെ മേത്ത് കുറച്ച് ഡിമോണിക് ഫോഴ്സസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ 1974-ൽ ഫാദർ പീറ്റർ വിൻസെന്റും വേറൊരു ഫാദറും കൂടി ഇയാളുടെ മേലെ എക്സോസിസം സ്റ്റാർട്ട് ചെയ്തു. എക്സോസിസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൈക്കിൾ സ്ക്രാച്ച് ചെയ്യാനും കടിക്കാനും തുപ്പാനും ഒക്കെ തുടങ്ങി. അയാളുടെ മേലെ ഹോളി വാട്ടർ ഒഴിക്കുന്നത് തുടങ്ങി, വായിൽ ക്രൂസിഫിക്സ് വരെ തള്ളി കയറ്റി വെച്ചു. മൈക്കിളിന്റെ അടുത്ത് ആര് പോയാലും അവരെയൊക്കെ ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിക്കും. 8 മണിക്കൂറത്തെ എക്സോസിസത്തിന് ശേഷം അച്ഛന്മാര് ടയർഡായി. 40ഓളം ഡീമൺസിനെ അവർക്ക് ഒഴിപ്പിക്കാൻ സാധിച്ചു. ബീസ്റ്റിയാലിറ്റി, ബ്ലാസ്ഫമി, ഇൻസെസ്റ്റ് മുതലായ ഡീമൺസ്. ബാക്കി 3 ഡീമൺസ് ആളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു. ആങ്കർ, മർഡർ, ഇൻസാനിറ്റി. ഈ 3 സാധനത്തിനും അയാളുടെ മേലെ ഒരു ഡീപ്പ് ഹോൾഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛന്മാര് വിചാരിക്കും നാളെ എക്സോസിസം നടത്താം. അങ്ങനെ മൈക്കിളിനെയും ക്രിസ്റ്റീനും വീട്ടിലേക്ക് പറഞ്ഞയക്കും. അന്ന് ഒരു ട്രാജഡി നടക്കും. 10 മണിക്ക് രാവിലെ മൈക്കിൾ ക്രിസ്റ്റീനെ അറ്റാക്ക് ചെയ്യും. ആദ്യം അവളെ സ്ട്രാങ്കിൾ ചെയ്ത് അവളുടെ കണ്ണ് ചുഴുന്നെടുത്ത് അവളുടെ നാവ് പറിച്ചെടുത്ത് മുഖം 2ആയി അടർത്തിയെടുക്കും. എല്ലാം ചെയ്തത് കൈ ഉപയോഗിച്ച്. ഇത് കഴിഞ്ഞതും അയാൾ നേരെ ആളുടെ പട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അതിന്റെ ഓരോ അവയവങ്ങളും കൈ വെച്ച് പറിച്ചെടുക്കും. ബോഡി ആകെ ബ്ലഡിൽ കവറായിട്ട് റോഡിലൂടെ നടന്നിട്ട് ഇറ്റ്സ് ദ ബ്ലഡ് ഓഫ് സാത്താൻ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന മൈക്കിളിനെയാണ് പിന്നെ നാട്ടുകാർ കാണുന്നത്. ഇൻസാനിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ജയിൽ ശിക്ഷ വിധിച്ചില്ല. 4 വർഷം ക്രിമിനൽ ആൻഡ് മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞു. ശേഷം പുറത്തു വന്നു.